ലാസ് വേഗാസ് കാര്യമായിട്ട് പ്രവർത്തിക്കുള്ളൂ. പകൽ ഉറങ്ങുകയും രാത്രി ഉണർന്നിരിക്കുകയും ചെയ്യുന്നൊരു സിറ്റിയാണ് ലാസ് വേഗാസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കൊരു 9 മണി ഒക്കെ ആകുമ്പോഴത്തേക്കും ചെന്നാലും മതി. ഈ 500 കിലോമീറ്റർ ഓടാൻ ശരിക്കും മര്യാദയ്ക്ക് ഓടിയാൽ, നല്ല ഇവിടുത്തെ അനുവദനീയമായ സ്പീഡിൽ ഓടിയാൽ ഒരു 9 മണി 10 മണിക്ക് മുമ്പ് അവിടെ എത്താം. അപ്പോൾ ഞങ്ങൾ യാത്ര ആരംഭിച്ചു. ഈ യാത്ര പോകുന്നത് ഓക്ക് ക്രീക്ക് എന്ന് പറയുന്ന ഒരു നദിയുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. നമ്മൾ രാവിലെ റിസോർട്ടിൽ നിന്ന് ബാൽക്കണിയിൽ ഇറങ്ങിയിരിക്കുമ്പോൾ താഴെക്കൂടെ ഒഴുകുന്നു. ഈ നദി കുറേ ദൂരം ഒഴുകുന്നുണ്ട് ഈ മലയുടെ അടിവാരത്ത് കൂടെ, അല്ലെങ്കിൽ അത് ഓക്ക് ക്രീക്ക് കാനിയൻ എന്നാണ് പറയുന്നത്. ഒരു ഇടിവ് താഴ്വരയാണ്. അപ്പോൾ അതിൻ്റെ വക്കിൽ കൂടെയാണ് ഈ റോഡ്. നമ്മളിനി പോകേണ്ടത് നേരെ ലാസ് വേഗാസിലേക്ക് നേരിട്ട് പോകുകയല്ല. അവിടുന്ന് ഫ്ലാഗ്സ്റ്റാഫ് എന്ന് പറയുന്ന ഒരു പട്ടണമുണ്ട്. ഫ്ലാഗ്സ്റ്റാഫ് ഒരു വലിയ പട്ടണമാണ്. ഈ ഫ്ലാഗ്സ്റ്റാഫിലേക്ക് ചെന്നിട്ട് ഫ്ലാഗ്സ്റ്റാഫിൽ നിന്ന് റൂട്ട് 66 എന്ന് പറയുന്ന ലോകപ്രശസ്തമായൊരു ഹൈവേ ഉണ്ട്. അതായത് അമേരിക്കയിലെ ഷിക്കാഗോയിൽ നിന്ന് ആരംഭിച്ച് 8 സ്റ്റേറ്റുകൾ പിന്നിട്ട് ലോസ് ആഞ്ചലസിൽ വന്ന് അവസാനിക്കുന്ന ഒരു വമ്പൻ ഹൈവേ ആണ് റൂട്ട് 66. ഈ ഹൈവേയുടെ വീതി വെച്ചിട്ടല്ല ഇത് വമ്പൻ ഹൈവേ എന്ന് പറയുന്നത്. അമേരിക്കയിലെ 1920കളിൽ പണിത ഒരു വലിയൊരു സംവിധാനമാണിത്. അതിൻ്റെ കഥയിലേക്ക് പിന്നെ നമുക്ക് വരാം. അപ്പോൾ ഈ റൂട്ട് 66 കൂടെ വേണം നമുക്ക് പിന്നെ യാത്ര ചെയ്യാൻ. അപ്പോൾ ഇന്നത്തെ ദിവസം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള യാത്രയാണ്. ഗംഭീരമായ അനുഭവങ്ങളാണ് കാത്തിരിക്കുന്നത്. ചരിത്രം തുടിക്കുന്ന സ്ഥലങ്ങളിലൂടെയാണ് പോകുന്നത്. വൈകിട്ടെത്തുന്നതാവട്ടെ എൻ്റർടൈൻമെൻറ്റിൻ്റെ അവസാന വാക്ക് എന്ന് പറയുന്ന സിറ്റിയിലേക്ക്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പോകുന്നത് മല കയറിയും ഇറങ്ങിയൊക്കെയാണ് പോകുന്നത്. നമ്മൾ പിന്നെ കുറേ ദൂരം ഈ ഫ്ലാഗ്സ്റ്റാഫിൽ എത്തുവോളം മല കയറ്റമാണ് ശരിക്കും പറഞ്ഞാൽ. സെഡോണയിൽ നിന്ന് ഏതാണ്ട് ഒരു 2500-3000 അടി ഉയരത്തിലാണ് ഈ ഫ്ലാഗ്സ്റ്റാഫ് ഒക്കെ ഉൾപ്പെടുന്ന